മനസ്സിലായി അത് നമ്മളെ ലോറിന്റെ ബമ്പറാ. ബാക്ക് സൈഡ് ബമ്പറാണ് കിട്ടിയത്. നമ്മൾ തന്നെ നിർണായകമായ കണ്ടെത്തലാണ്. അല്ല, നമ്മൾ ആദ്യം മുതൽ പറയുന്ന സ്ഥലമാണല്ലോ ലക്ഷ്മൺ നായകിന്റെ ചായക്കടന്റെ പിന്നിൽ നോക്കൂ എന്ന് പറയുന്നത്. നോക്കാൻ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? ഒരു ഏകദേശം കണ്ടെത്തിയിട്ട് ഫൈനൽ ടൈമിനാണല്ലോ അന്ന് നിർത്തിച്ച് ചെയ്യുന്നത്. അവിടുന്ന് നിർത്തിയോടുന്നാണ് തുടങ്ങേണ്ടത് എന്ന് എപ്പോഴും പറയുന്ന കാര്യമാണ്. എന്തായാലും ഇന്ന് മൂന്നാമത്തെ ദിവസമല്ലേ, മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ ആ സ്ഥലത്തേക്ക് തിരയാൻ വന്നത്. ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഈ വണ്ടിന്റെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും എന്നുള്ള കാര്യം. ബാക്ക് നമ്പറിന്റെ കളർ നോക്കിയാണോ ഇപ്പൊ നമുക്ക് ഈ വണ്ടിന്റെ ഏത് പാർട്സും കാണാപ്പാടാ. ശിരൂരിൽ നിന്നും നിർണായക വിവരങ്ങൾ പുറത്തു വന്നു. അർജുൻ്റെ ട്രക്കിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെടുത്തു. ഇത് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു. 2 മാസം കൊണ്ട് 3 ഘട്ടങ്ങളിലായി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയപ്പോഴൊന്നും അർജുൻ്റെ വാഹനത്തിൻ്റെ യാതൊരു തെളിവുകളും ഇതുവരെ ലഭിച്ചില്ലായിരുന്നു. നമ്മുടെ അർജുൻ്റെ ട്രക്ക് പാടെ തകർന്നില്ലാതായി. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. നമ്മൾ അർജുൻ ജീവനോടെ ഉണ്ടാകട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചപ്പോഴും അർജുൻ ജീവനോടെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ശിരൂരിൽ നിന്നും ലഭിച്ച അസ്ഥി മനുഷ്യൻ്റേതോ മൃഗത്തിൻ്റേതോ എന്നറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം DNA പരിശോധന ചെയ്ത് ആരുടേതാണെന്ന് കണ്ടെത്തി. ആ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേരളം. അർജുൻ്റെ ട്രക്ക് ഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ളത് അർജുൻ്റെ കുടുംബത്തിന് വലിയ താങ്ങാനാകാത്ത വിഷമമായിരിക്കും നൽകുന്നത്. ആ കുടുംബത്തിന് സമാധാനമുണ്ടാവട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം ഈശ്വർ മൽപേ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിന് എത്ര വലിയ ത്യാഗമാണ് സഹിച്ചതെന്ന്. പക്ഷേ അദ്ദേഹത്തെ പലപ്പോഴായി തടയുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നലെ ഇതുപോലെ SP അനാവശ്യമായി തന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് ഈശ്വർ മൽപേ തൻ്റെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. അതിനുശേഷമുള്ള പ്രതിഷേധത്തെ തുടർന്ന് ഈശ്വർ മൽപേക്ക് തിരച്ചിൽ ആരംഭിക്കുവാനുള്ള അനുവാദം ലഭിക്കുകയും അദ്ദേഹം ശിരൂരിലേക്ക് എത്തുകയും ചെയ്തു.